ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് റെഡിയാക്കുന്നത്. ബ്രെഡ് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സ്വീറ്റ് റെഡിയാക്കാനായിട്ട് തുടങ്ങുമ്പം ആദ്യം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ കാഷ്യൂവിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ടോ അതിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കാഷ്യൂ. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാഷ്യൂ എടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതി, ഒരുപാട് വേണ്ട. ഈ പഞ്ചസാര പെട്ടെന്നൊന്ന് കാരമലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി പഞ്ചസാര അലിഞ്ഞ് വന്ന് കളർ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയൊരു കളർ മാറി കറക്റ്റായി വരും. സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഒരു കളർ കറക്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കണം. കാരണം ഒരുപാട് വൈകി കഴിഞ്ഞാൽ കാരമല് കറുത്തു പോകുകയും ചെയ്യും, കരിഞ്ഞിട്ട് വേറൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ കാഷ്യൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ഒരുപാട് ചൂടിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം. ഇങ്ങനെ ബട്ടർ ഷീറ്റിലേക്ക് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അണ്ടിപ്പരിപ്പ് ഇനി ഇങ്ങനെ കാരമൽ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇത് ഇത്രയ്ക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാഷ്യൂ നെയ്യിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5-6 പീസ് ബ്രെഡ് എടുക്കുക. പ്രത്യേകിച്ച് ഒരളവ് ഇതിലൊന്നിനും തന്നെ ഞാൻ പറയുന്നില്ല, നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കുക. ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. സൈഡ് ഭാഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എണ്ണയിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് സൈഡ് ചിലപ്പോൾ ഭയങ്കര ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 2 പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ഷേപ്പൊക്കെ നോക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പീസാക്കിയിട്ട് സ്ക്വയർ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. നെയ്യിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഈ ഒരു കളർ ആവുന്ന സമയത്ത് തന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ഭയങ്കരമായിട്ട് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഓയിൽ ടിഷ്യൂ വെച്ചിട്ട് കളയാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം കാഷ്യൂ ഒരു പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കണം. ബട്ടർ പേപ്പറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അങ്ങ് അകത്തിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ബട്ടർ പേപ്പറിൽ തന്നെ വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോള് കൊണ്ടോ അതല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി പൊടിച്ചെടുത്താൽ മതിയാകും. മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. കാരണം അത്യാവശ്യം പൊടിഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല. മിക്സിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. നമുക്ക് കാഷ്യൂ കുറച്ച് കടിക്കാനുണ്ടെങ്കിലും ആ കാരമലിൻ്റെ ഭാഗം വലിയ പീസ് ഇല്ലാതെ അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയാണ് വേണ്ടത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറി എടുക്കുക. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെറിയാണ്. നമുക്കിവിടെ കിട്ടുന്ന ചെറി വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഇതുപോലെ നല്ല ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. അത്യാവശ്യം ചെറിയ പീസ് തന്നെ ആയിട്ട് മുറിച്ചെടുത്തിട്ട് അതുകൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് എടുത്താൽ മതി. ആദ്യം കുറച്ച് ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ മുക്കിയെടുക്കുക. 2 ഭാഗവും വേണ്ട, ഒരു ഭാഗത്ത് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ കുറച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് മതിയാകും. പിന്നെ ഒരു ഇത്തിരി ചെറിയും കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ ഈ ഒരു ബ്രെഡ് സ്വീറ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ പീസും റെഡിയാക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളെല്ലാം തന്നെ റെഡിയാക്കി എടുക്കുക. പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ട് ഓരോന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താലൊന്നും കുഴപ്പമില്ല. ഇതുപോലെ തന്നെ മുഴുവൻ പീസുകളും ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതല്ല ഇതുപോലെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. പക്ഷെ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒന്നുകൂടെ സെറ്റായി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതിയാകും. ഇപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ശരിക്കും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്വീറ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും ഇല്ലാതെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്